എല്ലാ കേസും എല്ലാവർക്കും ശ്രദ്ധിച്ചു നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് റോബറി ബോബാണ്. നിങ്ങൾ എല്ലാവരും കട്ട സപ്പോർട്ടാണ്. നമ്മൾ റോബറി ബോബ് വീഡിയോ ആക്കി സീനായിട്ട് നിങ്ങൾ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത്. നേരത്തെ ചാപ്റ്റർ 1 എൻഡിങ് നമ്മൾ ചെയ്തപ്പോൾ സെറ്റ് സപ്പോർട്ടായി നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ആ ഗെയിം അങ്ങോട്ട് തുടങ്ങിയാലോ. ലെറ്റ്സ് ഗോ ഗൈസ്. ചാപ്റ്റർ 2 ആണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആ ചെറുക്കൻ നടന്നുകൊണ്ട് പോയായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ തടിച്ചം വന്നത് ഗൈസ്. അപ്പോൾ അവൻ്റെ നിന്ന് പൈസ തെറിച്ചു പോകണം അവൻ കണ്ടു. അപ്പോഴേ അവൻ കയറിയൊന്ന് ഇടിച്ച് ഗൈസ്. ഐസ്ക്രീം താര വേണമെന്നാണ് പറയുന്നത്. എന്നിട്ട് അവൻ ദേഷ്യം വന്നിട്ട് ആന്ന് കിടന്ന് അലറി വിളിച്ച് എന്നിട്ട് അവനൊരു ഇത് തോന്നി ഇതെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ തോന്നി. അവൻ നേരത്തെ ഒരു കള്ളനായിരുന്നു. അപ്പോൾ ഇവനെ കൊണ്ട് കള്ളനെ പിടിപ്പിച്ചാലോ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സെറ്റായിരിക്കും. നമുക്ക് നേരെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാലോ ഗൈസ്. ചാപ്റ്റർ 2 സെറ്റ് സംഭവം ഗൈസ്. ഈ പ്രാവശ്യം നമുക്ക് നേരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ലെറ്റ്സ് ഗോ. ലോഡിക്ക് വരെയാണ്. ഓക്കെ, ഈ പ്രാവശ്യം നമ്മളെ തടിച്ചനാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് തടിച്ചനെയും ചതിക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ഈ പ്രാവശ്യം നമ്മളെ തടിച്ചൻ്റെ മിഷൻ, നമ്മൾ ഫസ്റ്റ് തടിച്ചൻ്റെ മിഷൻ ചെയ്യാൻ പോലെ. അയ്യോ, നമ്മളെ CCTV ഒക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. പുതിയ ടെക്നോളജിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വലിയ എക്സ്പേർട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ വന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ ഞാൻ നല്ലൊരു എക്സ്പേർട്ടായിരുന്നു. അയ്യോ ഗൈസ്, CCTV ക്യാമറ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് അലാറം അടിക്കുമെന്ന് എനിക്ക് അങ്ങനെയാണ് ഫീലിംഗ് തോന്നുന്നത്. എൻ്റെ ഒരു ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കത്തു ഗൈസ്. നമ്മൾ ട്രഷർ എടുത്ത് ഗൈസ്. അയ്യോ, ഇത് ഫസ്റ്റത്തെ ചാപ്റ്റർ ആയതുകൊണ്ടായിരിക്കും ഗൈസ് ഇത്ര ഈസി. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ ഒക്കെ ജയിച്ചിരിക്കുന്നു ഗൈസ്. പെർഫെക്റ്റ് ആയിരിക്കും. ഇത് നോക്കിക്കോ, കറക്റ്റ് ടൈമിങ്, കോയിനും എല്ലാം എടുത്ത് ലൂട്ടെല്ലാം എടുത്ത് സെറ്റ് ഗൈസ്. പെർഫെക്റ്റ് ആണ് ഇതിലായിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. വാട്ട് വാസ് ദാറ്റ്? അതാണ് ലെവലിൻ്റെ പേര്. അത് ഫസ്റ്റത്തെ ഒരാളാണ് ഗൈസ്. ഇത് എപ്പോഴും വരുന്നതാണ് ഫസ്റ്റത്തെ ഒരാൾ. ഓക്കെ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. നെക്സ്റ്റ് മിഷനാണിത്. അപ്പോൾ നെക്സ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ഇത് എനിക്കൊന്ന് ഗ്ലാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഗ്ലാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ലൂട്ട് അങ്ങോട്ട് എടുക്കാൻ പതിയെ ചെല്ലണം. പതിയെ ചെന്ന് നമുക്ക് ഇപ്പുറത്തെ കോയിൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഗൈസ്, ഇതെന്തൊരു ഗൈസ്? നെക്കി നോക്കാം ഗൈസ്, എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അത് ശബ്ദം കേൾക്കുന്നത് ഗൈസ്. ഓ, അവൻ ഗ്ലാസ്സിൽ നിന്ന് കാണാതിരിക്കാൻ ശബ്ദം കേൾക്കാൻ മനസ്സിലായി ഗൈസ്. എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ആണിത്. ഈ ഗ്ലാസിൻ്റെ അപ്പുറത്ത് കൂടെ തന്നെ നടന്നങ്ങ് പോകണമെങ്കിൽ അവൻ കാണും. അപ്പം അതുകൊണ്ടാണ് ആ സാധനം വെച്ചേക്കുന്നത് ഗൈസ്. ബോയ്സ്, ഓക്കെ പെർഫെക്റ്റ് ആയിരുന്നു മതിയായിരുന്നു ഗൈസ്. ഇതും പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ഇവിടെ ശബ്ദം കേൾപ്പിക്കാനുള്ളതുണ്ട്. അതും കൂടെ കേൾപ്പിച്ചാലേ നമുക്ക് ഇതെടുക്കാൻ പറ്റൂ ഗൈസ്. ട്രഷർ എടുക്കാൻ പറ്റൂ. അപ്പുറത്താണ് ട്രഷർ. മോനെ ഇതുവരെ അങ്ങ് ഇറങ്ങണം ഗൈസ്. അവളങ്ങനെ പ്രോ എന്ന് പറഞ്ഞാൽ അപാരമായിട്ടൊക്കെ പ്രോ ആയിട്ടുണ്ട് ഗൈസ്. അയ്യോ ലെറ്റ്സ് ഗോ ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര അങ്ങ് പ്രൊഫഷണലൊക്കെ ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ലൂട്ടൊക്കെ ഫുള്ള് കിട്ടിയിട്ട് നമുക്ക് ഇറങ്ങി ഓടാം ഗൈസ്. ഇവിടെ തന്നെ എക്സിറ്റ് ഉണ്ടായിരുന്നു. ഭാഗ്യം ഗൈസ്. ടൈം കറക്റ്റായി, ലൂട്ട് കറക്റ്റായി പോലെ. ഇത് പെർഫെക്റ്റ് ആയിരുന്നു ഗൈസ്. പൊളിച്ച് ഗൈസ്. നമ്മൾ അങ്ങ് വലിയ എക്സ്പേർട്ട് അങ്ങ് ആയിപ്പോയി ഗൈസ്. എന്ത് പറയാൻ പറ്റും ഗൈസ്, നമ്മൾ വലിയ എക്സ്പേർട്ടായി. പൊളി ഗൈസ്, പൊളി. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് മിഷൻ. ഈ പ്രാവശ്യം നമ്മൾ ലിഫ്റ്റിലൊക്കെയാണ് ഗൈസ് വന്നിറങ്ങിയ പൊളി ഗൈസ്. ഈ പ്രാവശ്യം ഫുള്ള് സീലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഫുള്ള് സെറ്റാക്കിയാണ് വെച്ചേക്കുന്നത് നമ്മളെ ഗെയിം. പൊളി ഗൈസ്. നല്ല സ്റ്റോറിയും ഉണ്ട്, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആൾക്കാർ വരുന്നതിൽ മാത്രം ചെറിയ സ്റ്റോറി ഒരു കുറവുണ്ട്.
ലിഫ്റ്റിൻ്റെ ഡോറും ഉണ്ടോ ഗൈസ്? ഓട്ടോമാറ്റിക് ഡോറ്. ബാക്കിയുള്ള ഡോറൊന്നും ഓട്ടോമാറ്റിക് അല്ലാന്നേ ഉള്ളൂ. നമുക്ക് ഇതുവരെ കയറാം. പാതിയല്ല എടുക്കാം. കണ്ടോന്നൊരു സംശയം മാത്രമല്ല, കണ്ട് ഗൈസ്, കണ്ട്. അയ്യോ ഗൈസ്, ഈ ലെവലോട്ട് ഇപ്പോഴും ടാസ്ക് ആണോന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല ഗൈസ്. ഇല്ലാതില്ല. ഒന്നും കൂടെ ഒന്ന് കയറാം. ഓക്കെ, നമുക്ക് ഇപ്പം തന്നെ എടുക്കാം ഗൈസ് ഇതിൻ്റെ ഇത്. എന്നിട്ട് നമുക്ക് ഇതുവരെ ഇല്ല. ജസ്റ്റ് ഇപ്പൊ പണിയായാലേ മോനെ ഗൈസ്. ഇതുവരെ അല്ലേ ഗൈസ്, അതുവരെ ഏതാ ഡോറുണ്ടെന്നാണ് എനിക്കൊരു ഫീലിംഗ് തോന്നുന്നത്. എൻ്റെ മൈൻഡ് പറയുന്നത് തന്നെ ഗൈസ്. അതുവരെ ഒരു വഴി ഉണ്ടാവും. നേരെ ഇറങ്ങി ഓടി ഗൈസ്, ഓടി. നമ്മൾ ഫുള്ള് പവർ എടുത്തും കാര്യവും കഴിഞ്ഞാൽ ഓടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ഇവൻ്റെ ബാക്കി കൂടെ നമ്മൾ പോവാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കോയിൻ എടുക്കാം. അയ്യോ എടാ, ഇവിടം വരെ ഉള്ളായിരുന്നു ബോയ്സ്. പണിയായി ഗോയ്സ്. പണിയായി ഗൈസ്, വീണ്ടും പണിയായി. നമ്മൾ വീണ്ടും ഈ പൊട്ടാസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒന്നും കൂടെ റിട്രൈ, ഒന്നും കൂടെ മാത്രം. മോനെ പണിയായോ ഗൈസ്? ഫസ്റ്റ് തന്നെ നമുക്ക് ഇതുവരെ അങ്ങ് കയറാം ഗൈസ്, അതാണ് നല്ലത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതുവരെ കയറാം, പിന്നെ ലാസ്റ്റ് ഒന്ന് അവിടുത്തെ എടുക്കാം, അതാണ് നല്ലത്. ഓ ഇതാടാ ഇധർ ഹേ ഉധർ ഹേ. അച്ഛാ ബച്ചാ സച്ചാ. അല്ലാ, കിട്ടി ഗൈസ്, പണി കിട്ടി ഗൈസ്. നമ്മൾ ശബ്ദം ഉണ്ടാക്കി ഓടിയാലും പ്രശ്നമില്ല, ശബ്ദം ഉണ്ടാക്കാതെ ഓടിയാലും പ്രശ്നമില്ല. ഇരുന്നാൽ മതി ഗൈസ്. വീണ്ടും നമ്മൾ ഇവിടെ തന്നെ വന്ന് എത്തിയിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ തന്നെ വന്ന് എത്തും, അല്ലാതെ വേറെ ഒന്നും പറ്റൂലല്ലോ ഗൈസ്. ഇവിടെ എന്തിനാ മുഖം മുടി കാണിക്കുന്നത് ഗൈസ്? അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെയും ഒരു പിടിയോലും കിട്ടിയിട്ടില്ല. ആ മുഖം മുടി എന്തിനാണെന്നുള്ള കാര്യത്തിൽ. ഇവൻ ഡോറ് ഓപ്പൺ ആയിരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്ക്. പ്രശ്നമില്ല മക്കളെ. ഇയറുടെ ശബ്ദം ബ്രോ. മോനെ പിടിക്കരുതടാ. ഡേ എന്നാടാ? അയ്യോ കടലിൽ പോളാ അങ്ങോട്ട്. നമ്മൾ നേരെ വീട്ടിൽ നമ്മൾ കോയിൻ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നമുക്ക് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അടയ്ക്കാം. ഇവിടെ എങ്ങനെ ഒന്നും കൂടെ തുറക്കാം, വീണ്ടും വളയ്ക്കാം ഗൈസ്. ഇവിടെ ഇനി തിരിച്ചു പോകുമ്പോൾ അവൻ്റെ കൂടെ ചെന്ന് കയറുക ഗൈസ്. അത്രേ ഉള്ളൂ. ഓക്കെ ലെറ്റ്സ് ഗോ. മച്ചു ചെല്ലു വച്ചു മോനെ. ഓ മക്കളെ ദൂരെയൊക്കെ കയറിക്കോളാം മക്കളെ. ഇവിടെ കീ ഉണ്ട്. മറ്റേ അതുവരെ കൂടെ പോകാനുള്ള കീയാണിത് മോനെ. പൊളി കേസ്. അവൻ ഡോർ തുറന്ന് എന്തിനാണെന്ന് നോക്കാൻ പോയി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സമയം മതി, ഈ ഒറ്റൊരു സമയം മതി വിജയിക്കാൻ. മോനെ കായ്സ്. എൻ്റെ ശബ്ദം ഞാൻ എന്തിനു കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഈ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറയ്ക്കുന്നത്. ശബ്ദം എന്ന് പറഞ്ഞാൽ പിടി എന്നെ ഒന്ന് പിടി. ഞാൻ ഇനിയിപ്പോൾ വിട്ടുകൊടുക്കുകയാണ് ഗൈസ്. എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് വിട്ടുകൊടുക്കുകയാണ്. ഇതെന്താ ഗൈസ്? എടുത്ത ഡ്രസ്സാണിത് ഗൈസ്. ഗാഡിൻ്റെ മോനെ പൊളിച്ച്. ഇനിയിപ്പോൾ നമുക്ക് പണിയൊന്നും വേണ്ട ഗൈസ്. നമുക്ക് ഈ CCTV ക്യാമറയിലൊക്കെ വെറുതെ പോവാം. ഇവിടെ ഉണ്ട്, നമുക്ക് ഡ്രസ്സ് മാറ്റാൻ പറ്റും, ഡ്രസ്സ് ഇടാനും പറ്റും. ലെറ്റ്സ് ഗോ. നമുക്ക് ഇനിയിപ്പോൾ നേരെ ഒറ്റൊരു പണി പേടിക്കേണ്ട പോലെ ഇനിയിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോകാം. പക്ഷേ നമ്മളെ ഡ്രസ്സ് ഒന്നും കൂടെ ഒന്ന് ഊരിപ്പോകും ഗൈസ്. വീണ്ടും നമുക്ക് ഇടാം, അല്ലെങ്കിൽ നടക്കത്തില്ല. അല്ലെങ്കിൽ വീണ്ടും പണികൾ വരുന്നത്. പണിയെന്ന് പറഞ്ഞാൽ നല്ല പണിയായിരിക്കും വരുന്നത്. നമുക്ക് ഇനിയും കുറച്ച് ഇതൊക്കെ എടുക്കാണ്ട് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഇത് മറ്റേത് എടുക്കാണ്ട് ഗൈസ്. മറ്റേത് എടുത്തിട്ട് വരാം നമുക്ക്. ലെറ്റ്സ് ഗോ. മറ്റേ ഈ കോയിൻസ് കുറച്ച് എടുക്കാണ്ട്, അതാണ് ഞാൻ മറ്റേതെന്ന് പറഞ്ഞുകൊണ്ട് നിന്നത്. കണ്ടാലും പ്രശ്നമില്ല ഗൈസ്. നേരത്തെ കണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ടാലും പ്രശ്നമില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. ഗാർഡ്
മാത്രം പോയിട്ടുണ്ട്. ഗാർഡിൻ്റെ മറ്റേ സംഭവം മാത്രം പോയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാമേ കറക്റ്റായിരുന്നു. ഗൈസ്. ലെറ്റ്സ് ഗോ. വീണ്ടും നെക്സ്റ്റ് ഒരു ലെവലാണ്. ഓക്കെ, ഈ ലെവലിൽ എന്തായിരിക്കും എന്തോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ലെവലിൽ ഇച്ചി പൂളപ്പണിയായിരിക്കും. ഓക്കെ, ഈ ലെവലിൽ പട്ടി വല്ലതും ഉണ്ടാടാ. പട്ടി വല്ലതും ഉണ്ടെങ്കിൽ പണിയായിരിക്കും. ഈ പ്രാവശ്യം രാത്രിയാണ് കേട്ടോ ലെവലിൽ. ശരിച്ച് വലിയ സമയം കളയേണ്ടി വരും ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ബെല്ലടിച്ചിട്ട് കയറിയിരിക്കും ഗൈസ്. അയ്യോ, ഇതിൽ ഫസ്റ്റത്തെ കളിയിൽ തന്നെ ജയിച്ചാൽ മതിയായിരുന്നു ഗൈസ്. എങ്ങനെയെങ്കിലും ഓട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഉണ്ട്. ഓ മോനെ, ഭാഗ്യ ഗൈസ്. അവൻ ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ. ഇപ്പം നമ്മളങ്ങ് പോയാൽ പണിയാവും. അതുകൊണ്ട് നമുക്ക് ഇച്ചി സമയം എടുത്താലും നമുക്ക് എങ്ങനെയായിരുന്നാലും പോവാം ഗൈസ്. ഓക്കെ, ഇവന്മാരെ ടോർച്ചിൽ പെട്ടാലേ ഇനി പ്രശ്നമുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടത്തെ കീ ആണ് നമ്മൾ നേരത്തെ എടുത്തിരുന്നത്. നമുക്ക് ശബ്ദം ഉണ്ടാക്കാം, കയറിയിരിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഗൈസ്. നമുക്ക് ട്രഷർ കിട്ടിയാൽ മതി. അതിന് ഉള്ളൊരു വഴിക്കാണ് ഞാൻ പോണത്. ലെറ്റ്സ് ഗോ. ഇവിടെ മറ്റേ ചെറുക്കൻ വരും ഗൈസ്. ഇപ്പം ഇങ്ങോട്ട് വരും മോനെ. അവനിപ്പോൾ ഇങ്ങോട്ട് വരൂടാ. തിരിഞ്ഞു പോവാ പെട്ടെന്ന്. അയ്യോ, ഇവിടെ അങ്ങ് കയറി ഗൈസ്. അല്ലെങ്കിൽ പണി നടക്കൂലായത്. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മളൊരു കോൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ ഇങ്ങോട്ട് തിരിച്ചു വരും ഗൈസ്. ഓനെ പൊളിയല്ലേ ഗൈസ്. ഈ ഗെയിം നല്ല രസമുണ്ട് ഗൈസ് കളിക്കാൻ. നിങ്ങൾ ഒരു കമൻ്റ് ആയി ഗൈസ്. രസമുണ്ടെങ്കിൽ നൈസ് എന്നടി, അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്നുള്ളൊരു കമൻ്റ് അടി. ഓക്കെ മോനെ, നീയിപ്പോൾ ഇവരെ ഇങ്ങോട്ട് കൊണ്ട്. അയ്യോ മോനെ, പിടിക്കല്ലേടാ രമേശ, പോടാ. ഓക്കെ. ഇവിടെയാണ് ലിഫ്റ്റ് ഉള്ളത്. ഇവിടെയാണ് നമ്മളെ സംഭവം ഇരിക്കുന്നത്. കണ്ടടാ വെറും കണ്ടടാ. സമയത്താണ് ഗൈസ് പിടിച്ചത്. വീണ്ടും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിഞ്ഞു പോട്ടെ. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ സംഭവം എടുക്കാം. വീണ്ടും ഈ ഒരു സംഭവം എടുക്കാം. ഇപ്പോൾ നമുക്ക് എസ്കേപ്പ് ആവാൻ അല്ലാതെ വേറൊരു വരിയില്ല. നമ്മുടെ ലൂട്ടൊന്നും ഫുൾ എടുത്തിട്ടില്ല. എന്നാലും നമുക്ക് എസ്കേപ്പ് ആവാം. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ ലൂട്ട് എടുത്തിട്ടേ വരത്തുള്ളൂ ഗൈസ്. അവിടെ ഒറ്റ ഒരു ലൂട്ട് മാത്രമേ ഉള്ളൂ. നമ്മളെ ചെറുക്ക് അങ്ങോട്ടൊന്ന് കയറി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ടൊക്കെ വരാം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വരെ കളിച്ചതിൻ്റെ ഒരു മൂടങ്ങ് പോവും. ലെറ്റ്സ് ഗോ. ഇത്ര ശബ്ദം ഉണ്ടാക്കിയാലും പ്രശ്നമില്ല, പിടിച്ചാലും പ്രശ്നമില്ല ഗൈസ്. ഓ എട് മോനെ, അവൻ വന്നില്ല. ഭാഗ്യ ഗൈസ്. ഓ ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, ഇതിന് എല്ലാം കറക്റ്റാണ്. ലൂട്ട് കറക്റ്റ് അല്ല. ലൂട്ട് ഞാൻ ഏത് ഗൈസ് എടുക്കാത്തത്? ഏതാ ഞാൻ എടുത്തില്ല ഗൈസ്. ലൂട്ട് മാത്രം തെറ്റായി ഗൈസ്. ലൂട്ട് മാത്രമേ തെറ്റായിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം കറക്റ്റാണ്. നെക്സ്റ്റ് ലെവൽ നോക്കാം ഗൈസ്. നെക്സ്റ്റ് ലെവലിൽ എന്തരാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇവിടെ തള്ളച്ചികളൊക്കെ ഉണ്ട്. നമുക്ക് ബോക്സ് ഉണ്ട് ഗൈസ് ഒളിക്കാറുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ഇവിടെ ആരുമില്ല. ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ ഉണ്ട്, ഒരാളുണ്ട്. ഒരു രമേശൻ അപ്പൂപ്പനുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അവിടെ ശബ്ദം ഉണ്ടാക്കാം ഗൈസ്. ശബ്ദം ഉണ്ടാക്കിയിട്ട് നമുക്ക് ആട്ട് വരെ കയറി പോവാം. അപ്പാപ്പനൊന്ന് ചെറിഞ്ഞു പോട്ടെ ഗൈസ്. പാപ്പൻ കയറുന്ന സമയത്ത് കറക്റ്റ് അപ്പാപ്പാ ഡോൺ വറി അപ്പാപ്പാ, കല്യാണം കഴിഞ്ഞോ അപ്പാപ്പ. അയ്യോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം. കയറിച്ചെല്ലാം ഗൈസ്. നേരത്തെ എൻ്റെ സ്പേസ് ഒന്ന് കുറഞ്ഞു ഗൈസ്. പിന്നെ ഞാൻ വേറൊരു ഗെയിമാണ് ഡിലീറ്റ് ചെയ്തും കളഞ്ഞ്. നമുക്ക് കളിക്കാനുള്ള ഗെയിമൊന്നും അല്ലായിരുന്നു. എപ്പിസോഡ് ഇട്ടില്ലായിരുന്നു എൻ്റെ. അപ്പോൾ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഗൈസ്. അതിൻ്റെ ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം. ഈ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞാൽ ഞാൻ നിർത്തും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് MBയും കൂടെ നമുക്ക് സ്പേസ് ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ മച്ചു. പോടാ വാടാ. കാട്ടുമരത്തിൻ്റെ മല മുറിഞ്ഞേ. അയ്യോ അപ്പാപ്പൻ ഇപ്പോൾ അങ്ങോട്ട് വരും ഗൈസ്. പക്ഷെ അപ്പാപ്പൻ എന്നെ കാണാതിരുന്ന മാത്രം മതി. അപ്പാപ്പ
ഗൈസ് അപ്പാപ്പൻ ചതിച്ചിട്ടില്ല. അപ്പാപ്പൻ ഒട്ടും ചതിക്കത്തില്ല ഗൈസ്. ചതിക്കത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചതിച്ചു കഴിഞ്ഞാൽ അയ്യോ അപ്പാപ്പാ പിടിക്കരുത് അപ്പാപ്പാ. ഗൈസ് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകും ഗൈസ്. എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകും ഗൈസ്. എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയി. എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകും ഗൈസ്. എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയാൽ മതി. എനിക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയാൽ മതി അപ്പാപ്പ എനിക്ക് ഇപ്പോഴേ എസ്കേപ്പ് ആവണമെന്നില്ല അപ്പാപ്പ. പിന്നെ എസ്കേപ്പ് ആവും. വീണ്ടും നമ്മൾ വീണ്ടും പണികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് വട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും കൂടെ ചെയ്തേ പറ്റൂ. വീണ്ടും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഒന്നും എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ലെങ്ത്തും കൂടും, പിന്നെ പണിയും ആവും ഗൈസ്. അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് എടുക്കുന്നില്ല ഗൈസ്. എല്ലാ ലൂട്ടും അങ്ങ് എടുക്കുന്നില്ല. ഞാൻ കുറച്ച് ഒക്കെ ലൂട്ടേ എടുക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ പകുതി ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഈ അപ്പാപ്പൻ്റെ അടുത്ത് നിന്ന് പോകാനാണ് പണി എന്ന് പറഞ്ഞാൽ ഈ അപ്പാപ്പൻ കാണും ഗൈസ്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പതിയെ നമുക്ക് ഇടയിൽ കൂടെ കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അപ്പാപ്പൻ അവൾ പറ്റിച്ചിറങ്ങി ഓടി അപ്പാപ്പൻ എങ്ങനെ അപ്പാപ്പൻ കണ്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷെ നമ്മൾ ഇറങ്ങിയങ്ങ് ഓടി. മോനെ നമ്മളെ വീഡിയോ ഗൈസ് നമ്മൾ പകുതി എത്തിയിട്ടുണ്ട്. നമ്മളെ ഈ ചാപ്റ്റർ 2 പകുതി എത്തിയിട്ടുണ്ട്. ഇനി ഒറ്റൊരു എപ്പിസോഡും കൂടെ കഴിയുമ്പോൾ ചാപ്റ്റർ 2 ക്ലൈമാക്സ് ആണ് ഗൈസ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ചാപ്റ്റർ 2 പകുതിയുണ്ട്. ഇനി പകുതി കൂടെ തീർത്ത് ക്ലൈമാക്സ് പോലെ നമ്മൾ കൊണ്ടുപോകും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചങ്ങ് വേണ്ടി പോകണം. നമ്മൾ ബൈ പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.